ഗായ്സ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫിലൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ കോവയ്ക്ക് ഒരു പ്ലേറ്റ് നിറച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റ് നിറഞ്ഞ് കവിഞ്ഞൊഴുകിയാണ് ഗൈസ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വഴുതന കുട്ടന്മാരൊക്കെ അത് സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അവരെ കൂടെ കട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ വഴുതന കുട്ടന്മാരെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് കേട്ടോ, ഈ ഒരു പ്രായത്തിലാണ് നമ്മൾക്ക് വഴുതന തന്നെ. അപ്പോൾ വേറെ കെമിക്കലായിട്ടുള്ള വളങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ചാണകപ്പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ചാമ്പലും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ അഴുകിയത് അത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ അതൊരു വളമായി കിട്ടും. ഒന്നഴുകി ഒന്നിന് വളമാവുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ ഇത് കണ്ടില്ലേ, ഉണ്ട വഴുതന ആണ് കേട്ടോ. പിന്നെ ഓരോന്നൊക്കെ സെറ്റായി വരണതേ ഉള്ളൂ. അപ്പോൾ അമ്മയും ഹാപ്പിയാണ് കേട്ടോ, കൂടെ ഞങ്ങളും. ഒരു പ്ലേറ്റ് നിറച്ച് അല്ലേ പച്ചക്കറി ഇട്ടിട്ടുണ്ട്, വഴുതനയും. പിന്നെ ഇതിൽ കൂടുതൽ വലിയ സൈസായ പിന്നെ അത് നമുക്ക് എന്തെന്ന് വിത്തിനെടുക്കാനേ പറ്റത്തുള്ളൂ, ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കോവയ്ക്ക ഞങ്ങളുടെ ടെറസിൻ്റെ സൈഡിലായിട്ട് പടർത്തി വിട്ടെടുത്തിട്ടുള്ള കോവയ്ക്ക ഈ 2 ദിവസം ഇടവിട്ട് നമുക്ക് കിട്ടാറുണ്ട്. 2 പേർക്ക് കൊടുക്കാൻ കണക്കാക്കി പറിക്കണ്ടേ. 2 ദിവസത്തിലൊരിക്കൽ പറിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 3 ദിവസത്തിലൊരിക്കൽ. കത്തിരിക്കയെല്ലാം ആയി വരുന്നത് ഗൈസ്. അപ്പോൾ രാവിലത്തെ പണി അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് കട്ടനും കൂടെ കൂട്ടി പിടിക്കട്ടെ ഗൈസ്. ഉച്ചത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലഞ്ച് കഴിച്ചില്ല, അതിന് പകരം ഞങ്ങൾ 2 ചോക്ലേറ്റ് ഷാർജ കുടിച്ചായിരുന്നേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് വന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ പിന്നെ എക്സ്ട്രാ ചപ്പാത്തി ആയതുകൊണ്ട് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ലേറ്റായിട്ടൊക്കെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഒരു കട്ടനും ഇട്ട് രാവിലത്തെ ചപ്പാത്തിയും കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അത് രണ്ടും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു ഗൈസ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ചില ദിവസങ്ങളിൽ മാത്രമേ കുറച്ച് ദൂരെ പോയി മേടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് അവിടുന്ന് ഷാർജയൊക്കെ മേടിച്ചായിരുന്നു, ചോക്ലേറ്റ് ഷാർജയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. പിന്നെ അതുകൊണ്ട് ഉച്ചത്തെ ഫുഡ് വേണ്ടായിരുന്നു. പിന്നെ പോയിട്ടൊക്കെ വന്നപ്പോൾ ഒരു ക്ഷീണം വന്നപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം രാവിലത്തെ കാപ്പി ഒന്നുകൂടെ കുടിച്ചു ഗൈസ്. ഈ കാണുന്ന ഫ്രൂട്ട്സ് എന്താണെന്ന് അറിയുന്നുള്ളൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞങ്ങളുടെ വീട്ടിലുള്ളതാണേ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ കടയിൽ നിന്ന് അരിയുണ്ട മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൊതി വന്നിട്ട് എൻ്റെ ചെറിയൊരു കുട്ടി ഇരുന്ന് കണ്ടില്ലേ എവിടെ ഇരിക്കും, ഉണ്ടയൊക്കെ എടുത്ത് വെച്ചിട്ട് അടിച്ചുടച്ചൊക്കെ തിന്നാന്ന് പറഞ്ഞ് വെച്ചേക്കാം. എന്താ എൻ്റെ കയ്യിലുള്ള ഉണ്ട നേരത്തെ കഴിച്ചായിരുന്നു, 2 കൂടെ ഉണ്ടല്ലോ അവിടെ ഇരിക്കണം. നേരത്തെ കഴിക്കാൻ വേണ്ടി പൊട്ടിച്ചിട്ട് കഴിച്ചിട്ടില്ല, അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അരിയുണ്ട കഴിക്കാം ഗൈസ്, ഉണ്ടായിരിക്കട്ടെ. ഡേ മൈ ലൈഫ് കംപ്ലീറ്റ്. അപ്പോൾ അമ്മ ഈ ചിക്കനും മീറ്റ് ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് കണവ ഫ്രൈയും പിന്നെ ഞങ്ങൾക്ക് അൽഫാമുമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടിക്കട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങൾ അൽഫാം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കഴിക്കാത്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീട്ടിലെ ഞാനും നീനുവും അൽഫാം കഴിക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് കൂന്തൽ ഫ്രൈ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടിക്കട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടിക്കട്ടെ ഗൈസ്. ഗുഡ് നൈറ്റ്.